നമസ്കാരം, വെൽക്കം ബാക്ക്. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് സ്നേഹസ്പർശത്തിലെ ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗം കൂടിയാണ് ഊഞ്ഞാൽ പാട്ട് എന്ന ഈ ഒരു കവിത. ഇത് എഴുതിയിരിക്കുന്നത് മലയാളിയുടെ പ്രിയ എഴുത്തുകാരനായിട്ടുള്ള കടമ്മനിട്ട രാമകൃഷ്ണനാണ്. സാധാരണഗതിയിൽ കടമ്മനിട്ട രാമകൃഷ്ണൻ പ്രകൃതിയുടെ ഒരു താളം, അധകൃത വർഗത്തിന്റെ ആ ഒരു വേദനകൾ, ഇതെല്ലാമാണ് സാധാരണഗതിയിൽ ആവിഷ്കരിക്കാറ്. ഇവിടെ മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യവും അതുപോലെ കുട്ടികളുടെ നിഷ്കളങ്കതയും ബാല്യവും സ്നേഹവും എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ഊഞ്ഞാൽ പാട്ട് എന്ന് പറഞ്ഞ ഈ ഒരു കവിതയിൽ കടമ്മനിട്ട ആവിഷ്കരിച്ചിരിക്കുന്നു. എക്സാം പോയിന്റിന്റെ ഗൈഡിനെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാഠഭാഗം എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ വിശദ വിവരങ്ങളും അതിനകത്ത് ലഭ്യമാണ്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നാലോ? പാഠഭാഗത്തിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, ഊഞ്ഞാൽ പാട്ട്. ഈ കവിതയ്ക്കായി തൂലിക ചലിപ്പിച്ച കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന മഹാനായ കവിയെ പറ്റി നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ അറിയപ്പെടുന്ന കവിയും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണൻ. 1935 മാർച്ച് 22-നായിരുന്നു അദ്ദേഹം ജനിച്ചത്. കേരളത്തിന്റെ നാടോടി സംസ്കാരത്തെയും പടയണി പോലെയുള്ള നാടൻ കലാരൂപത്തെയും സന്നിവേശിപ്പിച്ച ഒരു രചനാ ശൈലിയായിരുന്നു കടമ്മനിട്ട രാമകൃഷ്ണൻ സ്വീകരിച്ചിരുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തെ സാഹിത്യ ലോകത്ത് വളരെയധികം പ്രശസ്തനാക്കിയത്. ഛന്ദശാസ്ത്രം അടിസ്ഥാനമാക്കിയ കാവ്യരചനയേക്കാൾ നാടോടി കലാരൂപങ്ങളുടെ താളം ആധുനിക കവിതയിൽ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അത്തരത്തിലുള്ളൊരു രചനാശൈലിയുടെ വക്താവ് തന്നെയായിരുന്നു ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണൻ. 1970-കൾക്ക് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സാംസ്കാരിക സംഘടനകളിൽ അദ്ദേഹം സജീവ പ്രവർത്തകനായിരുന്നു. ആറന്മുള നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു തവണ അദ്ദേഹം കേരള നിയമസഭയിലും അംഗമായി. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണൻ. മലയാളി ഏറെയധികം താളത്തോടുകൂടി പാടിക്കൊണ്ടിരുന്ന ഒട്ടനവധി കവിതകൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറത്തി, കുഞ്ഞെ മുലപ്പാൽ കുടിക്കരുത്, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, വെള്ളി വെളിച്ചം, ഗോദോയെ കാത്ത്, സൂര്യശില, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. സാമുവൽ ബെക്കറ്റിന്റെ ദ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറഞ്ഞ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നാടകമുണ്ട്. അത് മലയാളത്തിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. അതുപോലെ സൺസ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു കൃതിയുടെ വിമർത്തനവും, കോഴി എന്ന് പറഞ്ഞ കവിതയും, കാട്ടാളൻ എന്ന് പറഞ്ഞ കവിതയും എല്ലാം തന്നെ ചിട്ടപ്പെടുത്തിയത് മലയാളിയുടെ പ്രിയ എഴുത്തുകാരനായിട്ടുള്ള കടമ്മനിട്ട രാമകൃഷ്ണനാണ്. കടമ്മനിട്ടയുടെ കവിതകൾ എന്ന കൃതി 1982-ൽ ആശാൻ പുരസ്കാരവും അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡും നേടുകയുണ്ടായിരുന്നു. അബുദാബി മലയാളി സമാജം പുരസ്കാരം, ന്യൂയോർക്കിലെ മലയാളം ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം, മസ്കറ്റ് കേരള സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ പുരസ്കാരം, അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ കടമ്മനിട്ടയെ തേടിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു കവിതയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കിയിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഊഞ്ഞാൽ പാട്ട്. ഇവിടെ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയുടെ കുസൃതിയും കൊഞ്ചലുമെല്ലാം കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ആസ്വാദകരിലേക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ എത്തിക്കുകയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. കവിതയുടെ തുടക്കമുള്ള ആ ഒരു വരികൾ, ചുറ്റുളി പല്ലമർത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും എന്ന് തന്നെയുള്ള ആ ഒരു വരികളില് ആ ഒരു കൊച്ചുകുട്ടിയുടെ സ്നേഹത്തിന്റെ ഒരു കരുത്തും കരുതലും നമുക്ക് കാണാനായിട്ട് കഴിയും. അത്തരത്തിൽ അച്ഛനെ കാത്തിരിക്കുന്ന ഒരു മക്കളോട് വാത്സല്യത്തോടു കൂടി അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കൂടിയുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹലാളിത്യങ്ങൾ വളരെ മനോഹരമായിട്ട് ഇഴചേർന്ന് വരച്ചു ചേർത്തിരിക്കുന്നു കടമ്മനിട്ട രാമകൃഷ്ണൻ. ഇവിടെ കുഞ്ഞുമോൻ എന്ന കൊച്ചുകുട്ടിയുടെ കുസൃതിയും കൊഞ്ചലും അതോടൊപ്പം തന്നെ എല്ലാ വീട്ടിലും നടക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും കുട്ടികളുടെയും സ്നേഹവും ലാളിത്യവും എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കവിതയിലൂടെ ദർശിക്കാനായിട്ട് കഴിയും. അച്ഛനെ കാത്തിരിക്കുന്ന മക്കളോട് ചില കാര്യങ്ങൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അച്ഛന്റെ ഭാഗത്തു നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ആവിഷ്കരിക്കുന്നുണ്ട് കടമ്മനിട്ട രാമകൃഷ്ണൻ ഊഞ്ഞാൽ പാട്ട് എന്ന് പറഞ്ഞ ഈ ഒരു കവിത. കുഞ്ഞുമോന്റെ തളിരിളം ചുണ്ടിൽ കൊഞ്ഞക്കൂമ്പി കുസൃതി വിരിഞ്ഞും, ചുറ്റുളി പല്ലമർത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും,
ഒരു കൊച്ചുകുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ആ ഒരു കുഞ്ഞുമോന്റെ തളിരിളം ചുള്ളി, വളരെ നിർമ്മലമായിട്ടുള്ള ആ ഒരു ചുണ്ടിൽ എന്ത് വിരിയുന്നോ? കൊഞ്ഞക്കൂമ്പി കുസൃതി വിരിഞ്ഞും. കൊഞ്ഞ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആ ഒരു കുഴയലാണ്, ആ ഒരു കുസൃതിയാണ് അവന്റെ മുഖത്ത് ചുണ്ടിൽ തെളിഞ്ഞു കാണാൻ കഴിയുന്നത്. ചിറ്റുളി പല്ലമർത്തിയൻ തോളിലെ പല്ല് വെച്ചിങ്ങനെ അമർത്തുന്ന, കുട്ടികൾ കടിക്കുന്ന ഒരു കാര്യമാണ്. കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞു. എന്താണ് സംഭവിച്ചത്? ആ ഒരു കടിക്കുന്ന സമയത്തുള്ള ആ ഒരു പാടിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പൂ പോലെയുള്ള ആ ഒരു പല്ലിന്റെ പാട്. പിച്ച വച്ചു പിരണ്ടോടി വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു. അതിനുശേഷം പിച്ച വെച്ച് കുട്ടികൾ ഇങ്ങനെ വേച്ചായിരിക്കും നടക്കുന്നത്. പെട്ടെന്ന് അവർക്ക് സാധാരണ വലിയ ആളുകളെ പോലെ നടക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് വീണിടുന്നു. വീഴുക എന്ന് പറഞ്ഞാൽ എന്താണ്? നടക്കുന്ന സമയത്തുള്ള ആ ഒരു വീഴ്ച, തട്ടി വീഴൂല, ഒരു വേച്ച് വീഴുന്ന കാര്യമാണ്. ആ സമയത്ത് അച്ഛനെ നോക്കിക്കൊണ്ട് കരയുകയും ചെയ്യുന്നു. ആ വാത്സല്യം, ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ബാല്യത്തിന്റെ കൗതുകമാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. നോക്കി കണ്ണീർ പൊഴിഞ്ഞും നിൽക്കും ഓമന കണ്ണ നീ നിൽക്കൂ, അച്ഛൻ എത്തട്ടെ നിന്നരികത്തിൽ നിൽക്കും ഓമന ചന്തമേ നിൽക്കൂ. അമ്മ പറയുകയാണ്, അച്ഛനെ കാണുമ്പോൾ ഇങ്ങനെ ഓടിക്കിതച്ച് ഇങ്ങനെ വീഴുന്ന, കരയുന്ന, ആ ഒരു പല്ലു വെച്ച് എന്നെ കടിക്കുന്ന ആ മുഖത്ത് കൊഞ്ഞച്ചിരിയുള്ള എൻ്റെ ഉണ്ണിക്കണ്ണ, എൻ്റെ കുട്ടി, അച്ഛൻ ഇപ്പോൾ വരും, നീ ഒന്ന് നിൽക്കൂ എന്ന്, ഇപ്പോൾ തന്നെ വരും, നിന്റെ സ്നേഹനിധിയായിട്ടുള്ള അച്ഛൻ വളരെ വേഗം നിന്റെ അടുത്ത് എത്തുമെന്നാണ് അമ്മ ആ കുട്ടിയോട് പറയുന്നത്. അച്ഛനെ കാത്തിരിക്കുന്ന ആ മക്കളോട് വാത്സല്യത്തോടു കൂടി ഓരോ കാര്യങ്ങൾ പറയുന്ന അമ്മയെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അച്ഛനെ കാണുമ്പോൾ അരികിലെത്താനായിട്ട് ഓടുന്ന കുഞ്ഞുമോന്റെ ആ ഒരു മുഖം വരച്ചു കാട്ടുന്നത് പിതാവിനോടുള്ള അവന്റെ നിഷ്കളങ്കമായിട്ടുള്ള മധുര സ്നേഹത്തിന്റെ അക്ഷര മുത്തുകൾ തന്നെയാണ്. ജോലി കഴിഞ്ഞു വരുന്ന അച്ഛന്റെ അരികത്തിലേക്ക് ഇങ്ങനെ ഓടുന്ന കുഞ്ഞുമോനെ പറ്റിയിട്ടാണ് അടുത്തൊരു വരികളിൽ പറയുന്നത്. നിൽക്കൂ, അച്ഛൻ ഈ ഉടുപ്പൊന്നു മാറ്റട്ടെ. അപ്പൊ ഇങ്ങനെ ഓടിയെത്തുകയാണ്, ജോലി കഴിഞ്ഞ് വിയർത്ത് തളർന്നു വരുന്ന അച്ഛന്റെ അരികിലേക്ക് ഓടുന്ന ആ ഒരു കുഞ്ഞുമോൻ വാത്സല്യത്തിന്റെ ഒരു ദളമായിട്ട് മാറുകയാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന അച്ഛന്റെ ഒരു ഓർമ്മ നമുക്കിവിടെ കാണാൻ കഴിയും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അച്ഛനെ നമുക്കിവിടെ ദർശിക്കാം. പലപ്പോഴും നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെയും നമ്മൾ ഒരുപോലെ കാണണമെന്ന് പറയുന്ന കാണപ്പെട്ട ദൈവമാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ പലപ്പോഴും അച്ഛന്റെ വിയർപ്പ്, അച്ഛന്റെ അധ്വാനം കുട്ടികൾ കാണാറില്ല. അദ്ദേഹം ചിലപ്പോൾ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹം ദിവസം നേരിടുന്നത്, ഒരിക്കലും കുട്ടികൾ തിരിച്ചറിയാറില്ല. ഇവിടെ വിയർപ്പോടി ഓടി വരുന്ന അച്ഛന്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന ആ ഒരു കുരുന്നിനെ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും. പിതാവിനോടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ആ സ്നേഹം നമുക്ക് ഈ വരികളിൽ ദർശിക്കാം. നിൽക്കും ഓമന ചന്തമേ നിൽക്കൂ, അച്ഛൻ ഈ ഉടുപ്പൊന്നു മാറ്റട്ടെ, ഉഷ്ണമാണ് എൻ്റെ മക്കളെ, ദേഹത്ത് ഉപ്പുനാറും തുടച്ചിട്ടെടുക്കാം. ഈ വരികളിൽ എന്താണ് പറയുന്നത്? വിയർപ്പിൽ മുങ്ങിയാണ് അച്ഛൻ വരുന്നത്, അധ്വാനിച്ചാണ് വരുന്നത്. തൻ്റെ മകനോട് അച്ഛൻ പറയുകയാണ്, ശരീരം ആസകലമുള്ള ഈ ഒരു വിയർപ്പിന്റെ തുള്ളികളൊന്നും ഇങ്ങനെ തുടച്ചു മാറ്റട്ടെ എന്ന്. ആ ഒരു തുള്ളികളുടെ പരിഭവം പറയുന്ന അച്ഛനെ കവി ചൂണ്ടിക്കാണിക്കുകയാണ്. മേലാകെ വേർതിരിക്കുകയാണ്, ഉപ്പിന്റെ ഒരിതുണ്ടാവും, വേർപ്പിന്റെ ഗന്ധം ഉണ്ടാവും, ഞാൻ ഇതൊന്ന് തുടച്ചു മാറ്റിയിട്ട് ഞാൻ നിന്നെ എടുക്കാം മകനെ എന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛന്റെ ജോലിയുടെ ഒരു തീവ്രത, ആ കഠിനാധ്വാനം കൃത്യമായിട്ട് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് കടമ്മനിട്ട കവിത എഴുതിയിരിക്കുന്നത്. ഗീത മോൾ ഓടിയെത്തി കഴുത്തിൽ താമരത്തണ്ട് എറിഞ്ഞു കുനിച്ചു, നെറ്റിയിൽ നീറി നിൽക്കും അഴുക്കിനിറ്റുകൾ കുഞ്ഞിച്ചുണ്ടാൽ തുടപ്പു. അച്ഛന്റെ മറ്റൊരു സ്നേഹത്തിന്റെ ആ ഒരു തീവ്രത കാണിക്കുന്ന മറ്റൊരു കുട്ടി കൂടിയുണ്ട്. ആദ്യം കുഞ്ഞുമോൻ, രണ്ടാമത്തെ കുട്ടിയാണ് ഗീതമോള് അച്ഛനോടുള്ള ആ സ്നേഹത്തിന്റെ മറ്റൊരു ദളമാണ്, മറ്റൊരു ശ്രേഷ്ഠതയാണ് അവിടെ പങ്കുവയ്ക്കുന്നത്. ഗീതമോൾ എന്ന് പറഞ്ഞ ആ ഒരു കൊച്ചുകുട്ടിയെ വളരെ മനോഹരമായിട്ട് തന്നെ ഊഞ്ഞാൽപ്പാട്ട് എന്ന് പറഞ്ഞ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അച്ഛന്റെ മേലെ ആകെ വേർത്ത് കുളിച്ചാണ് അച്ഛൻ വന്നിരിക്കുന്നത്, അഴുക്കുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അവള് വകവയ്ക്കുന്നില്ല. വിയർപ്പു തുള്ളികളാൽ കുളിച്ചു നിൽക്കുന്ന അച്ഛനെ സ്നേഹ ചുംബനം കൊണ്ട് ആ ഒരു കുഞ്ഞു ചുണ്ടാൽ ആ ഒരു വേർപ്പ് മുഴുവൻ അവൾ തുടച്ചെടുക്കുകയാണ്. അത് വല്ലാത്ത രീതിയിലുള്ള ഒരു നന്മയുടെ ആ ഒരു ലാളിത്യത്തിന്റെ ഒരു ധാർമ്മികത അല്ലെങ്കിൽ അതിന്റെ ഒരു സൗന്ദര്യമാണ് ആസ്വാദകരുടെ മനസ്സിലേക്ക് കടമ്മനിട്ട രാമകൃഷ്ണൻ വരച്ചു ചേർത്തിട്ടുള്ളത്.
ആ ഒരു അച്ഛൻ്റെയും മക്കളോടുള്ള ആ ഒരു ബോണ്ടിങ്, ആ ഒരു എന്താണ് സ്നേഹബന്ധം, അത് എത്ര ആഴമാണ്, എത്ര നിഷ്കളങ്കമാണ് എന്നെല്ലാം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും അച്ഛനെയും അമ്മയും എല്ലാം തന്നെ. അവരുടെ ഒരു വേദന എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അവരുടെ മേത്തുള്ള ഒരു വിയർപ്പ് പോലും തുടച്ചെടുക്കാൻ, തൻ്റെ ചുണ്ടുകളിൽ തുടച്ചെടുക്കാനായിട്ട് കുട്ടികൾക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ പലപ്പോഴും കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു സ്നേഹം, കരുതൽ, അവർ എത്രത്തോളം അധ്വാനിച്ചു എന്നെല്ലാം തന്നെ വിസ്മരിക്കപ്പെടുമ്പോഴാണ് വൃദ്ധസദനങ്ങൾ നാട്ടിൽ പെറ്റുപെരുകുന്നത്. ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കയാണൊരു പ്രാർത്ഥനാ നാളം. ആ ഒരു കുടുംബത്തിലെ പ്രാർത്ഥനാ നാളത്തെ പറ്റിയിട്ടാണ് ഈ ഒരു വരിയിൽ പറയുന്നത്. രണ്ടർത്ഥം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആദ്യത്തേത് നേരം ഇരുട്ടി സന്ധ്യയായെന്നർത്ഥം. സന്ധ്യ ആകുമ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ വീടുകളിലും എന്തുണ്ടാകും? ഒരു ദീപനാളം കത്തിച്ചു വെക്കാറുണ്ട്. പ്രതീക്ഷയുടെ തിരിനാളമാണ്. അതിൽ മറ്റൊരർത്ഥം കൂടി എന്ന് പറയുന്നത്, അച്ഛൻ എന്താണെങ്കിലും ജോലിക്ക് പോവാണ്, ആ സമയത്ത് അമ്മ, അയാളുടെ ഭാര്യ നല്ല രീതിയിൽ തന്നെ സ്നേഹത്തോടു കൂടി ആ ഒരു കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു എന്താണ് നിഷ്കളങ്കത, ആ ഒരു സത്യസന്ധത, ധാർമ്മികതയൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കയാണ് ഒരു പ്രാർത്ഥനാ നാളം. ആ ഒരു നാളത്തിന് ഒരുപാട് അർത്ഥം നമുക്ക് കൽപ്പിക്കാനുണ്ട്. കാറ്റിനെന്തു സുഗന്ധം, കറുത്ത തൂവൽ ചിക്കിക്കുയിലു പാടുന്നു. ഈ ഉള്ള ഒരു വരികളിലൊക്കെ തന്നെ പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള വർണ്ണനകൾ നമുക്ക് കാണാനായിട്ട് കഴിയാം. കാറ്റിനെന്തു സുഗന്ധം, അതുപോലെ തന്നെ കറുത്ത തൂവൽ ചിക്കിക്കുയില് പാടുന്നു. കാറ്റിന്റെ ആ ഒരു എന്താണ് സുഗന്ധത്തെ പറ്റി, ആ ഒരു സ്മെല്ലിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ കറുത്ത തൂവലെല്ലാം വിരിച്ചുകൊണ്ട് കുയിൽ ഇങ്ങനെ പാട്ടുപാടുന്ന കാര്യം. അതുപോലെ തന്നെ കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറകാൽ കറ്റനാമാഴി കക്കരയിലെത്തി, ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമായി ഒളിപ്പൂൺപായി വിരിഞ്ഞു. ആ ഒരു കവിതകളിലെല്ലാം, ഈ ഒരു വരികളിലെല്ലാം തന്നെ നമുക്ക് പ്രകൃതിയോടുള്ള കവിയുടെ ഇഷ്ടം കാണാനായിട്ട് കഴിയും. കൊച്ചു പൂമ്പാറ്റ ഇങ്ങനെ ചിറകുകളൊക്കെ ഇട്ട് ആട്ടിക്കൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ താളത്തിൽ ഇങ്ങനെ ആടുന്നതും, അതുപോലെ തന്നെ ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമൊളി പൂൺപായി വിരിഞ്ഞു. അത് നല്ലൊരു ഓളത്തോടുകൂടി താളത്തോടുകൂടി ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഒരു വരികളിലെല്ലാം തന്നെ ഒരു വേറിട്ട് പോകാത്ത ഒരു സ്നേഹത്തിന്റെയും, അതുപോലെ തന്നെ ആ ഒരു പ്രകൃതിയുടെ സൗന്ദര്യത്തിന്റെ തീവ്രതയും, അതുപോലെ പ്രകൃതിയോട് എത്രയും ഇണങ്ങിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ ജീവിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ കൃതികളെ പറ്റി പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ടാണ് അദ്ദേഹം കൃതികൾ എഴുതിയിട്ടുള്ളതെന്ന്. അത് ഈ ഒരു കവിതയിൽ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും. അതാണ് ഈ കാറ്റിന് എന്തൊരു സുഗന്ധം, അതുപോലെ തന്നെ കറുത്ത തൂവൽ ചിക്കിക്കുയില് പാടുന്നു തുടങ്ങിയ വരികളിൽ ദൃശ്യമാകുന്നത്. ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നറും കൗതുകത്തിന്റെ ഉള്ളിനുള്ളിലെ തേൻ തുള്ളിയായി ഞാൻ ഊറി നിൽക്കുന്നൊരു ഞൊടി നേരം. ഒരു വേറിട്ട് പോകാത്ത, അറ്റുപോവാത്ത ബന്ധങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു വാത്സല്യത്തിന്റെ അമൃതാണ് ഊഞ്ഞാൽ പാട്ട് എന്ന് പറഞ്ഞ ഈ ഒരു കവിത. ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നറും കൗതുകത്തിന്റെ. ഉള്ളിമോഹങ്ങൾ എന്ന് പറഞ്ഞ കുട്ടികളുടെ ആ ഒരു മോഹങ്ങള് സന്തോഷത്തോടു കൂടി ഇങ്ങനെ പ്രകൃതിയുടെ താളമറിഞ്ഞ് തന്നെ ഇങ്ങനെ അവരുടെ ആ ഒരു കൗതുകം, മണ്ണിൽ കളിക്കുന്ന ആ കുട്ടികൾ, നിഷ്കളങ്കതയുടെ ബാല്യം, ആ ഒരു എന്താണ് കുഞ്ഞിളം കൊഞ്ചലും, അതുപോലെ തന്നെ തേജസ്സായിട്ട് മാറുന്ന ഇത്തരത്തിലുള്ള കുട്ടികളുടെ സ്നേഹ വാത്സല്യങ്ങളുടെ ഒരു ഭംഗിയുള്ള ഒരു നീരാട്ട് നമുക്കിവിടെ ദർശിക്കാനായിട്ട് കഴിയാം. അടുക്കും ചിട്ടയോടുകൂടി തെളിഞ്ഞു കിടക്കുന്ന ജലത്തുള്ളികളെ പോലെ നീന്തി തുടിക്കുന്ന രണ്ട് കുഞ്ഞോമനകളുടെ മുഖം ഈ ഒരു കവിതയിലൂടെ തെളിക്കുകയാണ് ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണൻ. തുള്ളിക്കളിക്കുന്ന കൊച്ചുകുട്ടികളുടെ സന്തോഷവും കുസൃതിയും, അച്ഛനമ്മമാരുടെ വേരുറച്ച പോലെയുള്ള സ്നേഹവും വാത്സല്യവും അതിമനോഹരമായിട്ട് ഹൃദയസ്പർശിയായിട്ട് തന്നെ വരച്ചിടുകയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ ഊഞ്ഞാൽ പാട്ട് എന്ന് പറഞ്ഞ ഈ ഒരു മനോഹരമായിട്ടുള്ള കവിതയിലൂടെ. നമുക്കിനി പാഠഭാഗത്തിന്റെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഉഷ്ണമാണെന്റെ മക്കളെ, ദേഹത്ത് ഉപ്പുനാറും തുടച്ചിട്ടെടുക്കാം. അച്ഛൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? വിശദീകരിച്ച കാര്യമാണത്. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ പേറി തളർന്ന അവശനായിട്ടാണ് അച്ഛൻ ആ കുടുംബത്തിലേക്ക് സന്ധ്യാസമയത്ത് കയറി വരുന്നത്. എന്നാൽ അച്ഛന്റെ ആ ഒരു കഷ്ടപ്പാടും വേദനയും കഠിനാധ്വാനവും ഒന്നും തന്നെ ഈ ഒരു കുട്ടികൾ തിരിച്ചറിയുന്നില്ല. അവർക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ്, അതുപോലെ തന്നെ ഒരു പ്രചോദനമാണ്.
അച്ഛൻ വരുമ്പോഴുള്ള അച്ഛൻ്റെ ആ ഒരു കളിയും ചിരിയും, അച്ഛൻ്റെ മേത്ത് കയറി ഇങ്ങനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള ഒരു ഫുൾ സ്വാതന്ത്ര്യമാണ് ആ സമയത്ത് കുട്ടികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ വരവും കാത്ത് അവരിയ്ക്കുന്നത്. അച്ഛൻ്റെ ലാളന വല്ലാതെ കൊതിക്കുന്നുണ്ട്. രാവിലെ പോയി കഴിഞ്ഞാൽ സന്ധ്യയാകുമ്പോഴാണ് അച്ഛനെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുവരെ കിട്ടാത്ത ആ ഒരു സ്നേഹം, ലാളനയൊക്കെ കിട്ടാൻ കൊതിച്ചാണ് അവര് അച്ഛനെ കാത്തിരിക്കുന്നത്. ആ ഒരു സ്നേഹത്തിന് മുന്നിൽ തൻ്റെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ തുടച്ചു മാറ്റാനായിട്ട് ആ ഒരു അച്ഛൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടതകൾ ആ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ടാകാം. വിയർത്തൊലിച്ചാണ് അയാൾ എത്തുന്നത്. പക്ഷേ ആ ഒരു വിയർപ്പിന്റെ കാഠിന്യം, ആ ഒരു ഉപ്പ്, അതുപോലെ വേദന, കഠിനാധ്വാനം എല്ലാം തന്നെ അയാൾ മറക്കുന്നത് ആ കുട്ടികളോടൊപ്പം ഒത്തുചേർന്ന് കളിച്ച് ചിരിച്ച് രസിക്കുമ്പോഴാണ്. അച്ഛൻ എന്ന് പറഞ്ഞ ആ ഒരു ലോകത്തെ ഏറ്റവും വലിയ പരമമായ സത്യത്തിന്റെ ഒരു പൊരുളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പലപ്പോഴും അമ്മയെ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് അച്ഛനെ മറന്നു പോകാറുണ്ട്. അത്തരത്തിലുള്ള ചിന്തകളുള്ള കുട്ടികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇത്തരത്തിലുള്ള കവിതകൾ. രണ്ടാമത്തെ ചോദ്യം, പ്രാർത്ഥനാനാളം എന്ന പദം കൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പദം തന്നെ അവിടെ ഉപയോഗിച്ചതെന്ന്? സന്ധ്യാസമയമാണെന്ന് കാണിക്കാനാണ് ഒരർത്ഥം വരുന്നത്. പ്രാർത്ഥനാ നാളം, നമ്മൾ സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു അമ്മ. അതിനുവേണ്ടി തൻ്റെ സുഖങ്ങൾ പോലും മാറ്റിവെച്ച് അമ്മ എല്ലാം സഹിക്കുകയാണ്. വീട്ടിലെത്തുന്ന അച്ഛനോട് മക്കൾ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ മനസ്സു നിറയെ കണ്ട് സന്തോഷം കൊള്ളുകയാണ് ആ ഒരു പാവം അമ്മ. ഏതൊരു അമ്മയും അതുപോലെ തന്നെയാണ്. അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് ആ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കുടുംബത്തിന്റെ താങ്ങും തണലുമായിട്ട് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്ന, അവരെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്ന, നന്മയുടെ വഴിയിലേക്ക് അല്ലെങ്കിൽ നന്മയുടെ വഴി വെട്ടിത്തെളിക്കാനായിട്ട് നിദാനമായിട്ട് നിൽക്കുന്നത് അമ്മയാണ്. അച്ഛൻ ആ ഒരു കുടുംബത്തിൽ ഇല്ലാത്തതിന്റെ, ജോലിക്ക് പോകുന്ന സമയത്ത് ആ ഒരു വിടവ് നികത്തുന്നത് അമ്മയുടെ സ്നേഹവും കരുതലും തന്നെയാണ്. ഇത്തരത്തിലുള്ള അമ്മയുടെയും അച്ഛന്റെയും സ്നേഹവാത്സല്യങ്ങളും നിഷ്കളങ്കമായിട്ടുള്ള ബാല്യത്തിന്റെ കൗതുകവും അവരുടെ നിഷ്കളങ്കമായ സ്നേഹവും എല്ലാം തന്നെ അതിമനോഹരമായിട്ട് വരച്ചിടുന്ന മനോഹരമായിട്ടുള്ളൊരു കവിത തന്നെയാണ് ഊഞ്ഞാൽ പാട്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയാം. എക്സാം പോയിന്റിന്റെ ഗൈഡിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗം എടുത്തിട്ടുള്ളത്. ചോദ്യോത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, കവിതയുടെ ആശയം പറയുകയും ഉണ്ടായി. നിങ്ങൾക്ക് കൂടുതൽ വേണ്ട വിശദ വിവരങ്ങളെല്ലാം തന്നെ ഗൈഡിൽ ലഭ്യമാണ്. അർത്ഥവും പര്യായവും വിപരീതവും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം തന്നെ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക, നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ ഒരു പാഠഭാഗമാണ് ഊഞ്ഞാൽപ്പാട്ട്. നല്ല രീതിയിൽ പഠിക്കുക. ഇനിയുള്ള ഈ ഒരു എല്ലാ പാഠഭാഗങ്ങളും നല്ല രീതിയിൽ കൃത്യമായിട്ട് തന്നെ ദിനം പ്രതി പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സും അതുപോലെ അതിനുള്ള അനുഗ്രഹവും എല്ലാം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.